ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്ത്രീകളുടെ പ്രമേഹം എന്നതാണ്. ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും വലിയൊരു വില്ലനായി നിൽക്കുന്നതാണ് പ്രമേഹ രോഗം. പ്രമേഹ രോഗത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഒരു റേറ്റ് സൂചിപ്പിക്കുന്നുവെങ്കിലും സ്ത്രീകളുടെ പ്രമേഹത്തിൽ കുറച്ചധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സ്ത്രീകളുടെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ പ്രമേഹം ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രമേഹം വരാൻ സാധ്യതയുള്ള ആൾക്കാരാണെങ്കിലോ ഒന്നും കൃത്യമായ സമയത്ത് അത് ഡയഗ്നോസ് ചെയ്യുകയോ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ എടുക്കാൻ മടി കാണിക്കുകയോ ചെയ്യുന്നവരാണ്. പലപ്പോഴും മറ്റെന്തെങ്കിലും രോഗവുമായിട്ട് ഡോക്ടറെ അടുത്ത് എത്തുമ്പോഴുള്ള രക്തപരിശോധനയിലാണ് സ്ത്രീകളുടെ പ്രമേഹം കണ്ടുപിടിക്കുന്നത്. മാത്രമല്ല പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതിയും ചികിത്സാ രീതിയും കൃത്യമായി പാലിക്കുന്നതിൽ സ്ത്രീകൾ വളരെയധികം പിന്നോക്കം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹവുമായി അനുബന്ധിച്ചിട്ടുള്ള സങ്കീർണതകൾ കൂടാൻ സാധ്യതയുണ്ട്. പുരുഷന്മാരിനെ പോലെ തന്നെ സ്ത്രീകളിലും സാധ്യതയുണ്ടെങ്കിലും സ്ത്രീകളിൽ ചികിത്സയിലും അതുപോലെ തന്നെ ജീവിത ശൈലി ക്രമീകരണത്തിലും ഒരു വിമുഖത കാണിക്കുന്ന ഗ്രൂപ്പായതുകൊണ്ടാണ് സ്ത്രീകളിലെ പ്രമേഹം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാകുന്നത്. സ്ത്രീകളിൽ പ്രധാനമായിട്ടും ആർത്തവകാലം എന്ന് പറയുന്നത് ഈസ്ട്രജൻ പരിരക്ഷ ഉള്ളത് കൊണ്ട് തന്നെ പ്രമേഹ സാധ്യത കുറവാണ്. പ്രത്യേകിച്ചും ആർത്തവ വിരാമത്തിന് ശേഷമാണ് പുരുഷന്മാരോടൊപ്പം തന്നെ പ്രമേഹ സാധ്യതയും മറ്റ് ജീവിതശൈലി രോഗങ്ങളുടെ സാധ്യതയും സ്ത്രീകളിൽ കൂടുതലായിട്ടുള്ളത്. പലപ്പോഴും പലരും നമ്മൾ രക്തപരിശോധന നടത്തുമ്പോൾ ഷുഗറിൻ്റെ ലെവല് ഇത്രയാക്കി ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ ഔഷധം നിർത്താം, വേണമെങ്കിൽ ആഹാര രീതിയിൽ ചെറിയ വ്യതിയാനങ്ങളൊക്കെ വരുത്താം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമേഹം എന്നത് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാന ഒരു വില്ലനായി നിൽക്കുന്നത് തന്നെ പ്രമേഹ സങ്കീർണതകൾ കൊണ്ടാണ്. പ്രമേഹം എന്ന് പറയുന്ന രോഗം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവും കൂടുതലും കൊണ്ട് മാത്രമല്ല നമ്മൾ ഗ്രേഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവോ ഉൽപ്പാദന തകരാറോ ഇൻസുലിൻ ഹോർമോണുമായിട്ട് നമ്മുടെ കോശങ്ങൾ പ്രതികരിക്കുന്നതിലുള്ള വ്യതിയാനമൊക്കെയാണ് ഇതിന് കാരണമാകുന്നത്. പക്ഷേ ദീർഘനാൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹം തുടങ്ങിക്കഴിഞ്ഞാൽ ദീർഘനാൾ നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നു. പ്രധാനമായും വൃക്കകളുടെ ആരോഗ്യത്തെ അത് ബാധിക്കാറുണ്ട്, ഗർഭാശയത്തിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കാറുണ്ട്, അതുപോലെ തന്നെ അണുബാധകൾ കൂടുതലായി ഉണ്ടാവാറുണ്ട്, കണ്ണിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കാറുണ്ട്. പുരുഷന്മാരെ പോലെ സ്ത്രീകൾ ഡയബറ്റിക് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റെഗുലറായിട്ട് ചിലപ്പോൾ രക്തപരിശോധന നടത്തിയെന്നിരിക്കും. പക്ഷേ മറ്റ് അവയവങ്ങളുടെ ആരോഗ്യങ്ങളുടെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷനോ ഒരു ടെസ്റ്റിങ്ങോ ഒന്നും കൃത്യസമയത്ത് ചെയ്യാറില്ല. പലപ്പോഴും അതുകൊണ്ട് തന്നെ സങ്കീർണതകൾ കൂടാൻ സാധ്യതയുണ്ട്. സ്ത്രീകളിൽ പ്രമേഹ സാധ്യത കൂടുതലുള്ള എത്ര ആൾക്കാരിൽ എന്ന് വെച്ചാൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പ്രമേഹമുള്ള ആൾക്കാർ, PCOD പോലുള്ള കണ്ടീഷനുള്ള ആൾക്കാർ, കൗമാരപ്രായത്തിലെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ള ആൾക്കാർക്കൊക്കെ അവർ പിന്നീട് പ്രമേഹം വരാൻ സാധ്യത കൂടുതലുള്ള ആൾക്കാരാണ്. അതായത് ഗർഭകാലത്തിലുള്ള പ്രമേഹം പ്രസവം കഴിഞ്ഞതിന് ശേഷം നോർമൽ ആവും എങ്കിലും പലപ്പോഴും പിന്നീട് അവർ ഇവാലുവേഷൻ നടത്താതിരിക്കുകയും ഡയബറ്റീസ് പിന്നീട് വരാൻ അവർക്ക് സാധ്യത കൂടുതലുമാണ്. ചുരുക്കം ചിലരിൽ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നീട് കുറച്ചധികം കാലം ഡയബറ്റീസ് രോഗം അവരിൽ തുടർന്ന് ഇരിക്കാനും സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ കൃത്യമായ ഇവാലുവേഷൻ പ്രമേഹത്തിന് അനുബന്ധിച്ച് വേണം. ഒരു കൃത്യമായ കാലയളവിൽ രക്തപരിശോധനയോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയും വേണം. അതായത് പ്രമേഹ രോഗമുള്ള സ്ത്രീകളിൽ മൂത്രത്തിലെ അണുബാധ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ സ്ത്രീകളുടെ അതായത് ഗർഭാശയ സംബന്ധമായ രോഗങ്ങളും മൂത്രാശയ സംബന്ധമായ രോഗങ്ങളിലുമൊക്കെ വരുമ്പോൾ ഒരു പ്രമേഹ രോഗിയാണോ എന്നുള്ളത് തീർച്ചയായും നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കണം. മാത്രമല്ല ഇത്തരം ആൾക്കാരിൽ പ്രമേഹം ഉണ്ട് എങ്കിൽ രോഗത്തിൻ്റെ തീവ്രത കൂടാനും സാധ്യതയുണ്ട്. പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയിൽ പ്രധാനമായും നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ആഹാര ക്രമീകരണം അത്യാവശ്യമാണ്, ഔഷധ ക്രമീകരണം അത്യാവശ്യമാണ്, വ്യായാമം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഔഷധ മാത്രം കൊണ്ട് പ്രമേഹം മാറില്ല എന്ന് ധരിക്കുകയും കൃത്യമായി മനസ്സിലാക്കുകയും
വ്യായാമവും ആഹാര ക്രമീകരണത്തിലും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ അതിന് പ്രാധാന്യം കൊടുക്കുകയും വേണം. പലപ്പോഴും നമുക്ക് വ്യായാമത്തിന് വേണ്ടിയിട്ട് കൃത്യമായ ഒരു സമയം കണ്ടെത്തുന്നതിൽ സ്ത്രീകൾ പുറകിലാണ്. നമ്മൾ കൃത്യമായി മരുന്ന് കഴിക്കുന്നുണ്ട്, ഇവാലുവേഷന് വരുമ്പോൾ, അതായത് ടൈംലി ഫോളോ അപ്പിന് വരുമ്പോൾ ഷുഗർ കുറയുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റുമായിട്ട് ഒത്തിരി പേര് വരാറുണ്ട്. ആഹാരത്തിനും അതുപോലെ തന്നെ വ്യായാമത്തിനുള്ള പ്രാധാന്യം അവർ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ആഹാര ക്രമീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾ ചോറിൻ്റെ അളവ് കുറയ്ക്കും, ചായയിൽ പഞ്ചസാര ഇടില്ല. അതുമാത്രമല്ല ആഹാര ക്രമീകരണം വേണ്ടത്. കാർബോഹൈഡ്രേറ്റ് ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഗോതമ്പിൻ്റെ അളവ് കൂട്ടും. പക്ഷേ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഗോതമ്പിലായാലും റൈസിലായാലും വലിയ വ്യത്യാസമില്ല. നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. അതുപോലെ തന്നെ ആഡഡ് ഷുഗറിനോടൊപ്പം തന്നെ ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള മറ്റ് കൃത്രിമ പഞ്ചസാര ഇട്ടിട്ടുള്ള മറ്റ് ആഹാര പദാർത്ഥങ്ങളും കുറയ്ക്കേണ്ടതാണ്. അതിനോടൊപ്പം നാരടങ്ങിയ ഭക്ഷണം ശീലമാക്കുക. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, കുരുപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വെള്ളം കുടി കൃത്യത പാലിക്കണം. ആയുർവേദ ചികിത്സയിൽ പ്രമേഹ രോഗികളിൽ പ്രധാനമായിട്ടും നെല്ലിക്കയുടെയും അതുപോലെ തന്നെ മഞ്ഞളിൻ്റെയും അളവ് അടങ്ങിയ ആഹാരം രീതി ക്രമപ്പെടുത്താൻ ഒരു ചിട്ടയോട് ശീലിക്കുന്നത് പറയുന്നുണ്ട്. ആയുർവേദ ഔഷധങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും തേറ്റാമ്പരൽ, അതുപോലെ ബലിപ്പൂവ്, മഞ്ഞൾ, നെല്ലിക്കയൊക്കെയാണ് ആയുർവേദ ഔഷധങ്ങൾ പ്രമേഹ ചികിത്സയ്ക്കായി എടുക്കുന്നത്. ഇവയൊക്കെ തന്നെ പ്രമേഹ നിയന്ത്രണത്തിനോടൊപ്പം പ്രമേഹ അനുബന്ധ രോഗങ്ങൾ മാറ്റുന്നതിനും, സ്ത്രീകളിൽ കാണുന്ന മൂത്രത്തിൽ അടിക്കടിയുള്ള പഴുപ്പായാലും അതുപോലെ ഗർഭാശയ രോഗങ്ങളൊക്കെ ആയാലും പ്രതിരോധിക്കുന്നതിന് ആയുർവേദ ഔഷധം പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ പറയുന്ന ചെറുളയും ബലിപ്പൂവും മഞ്ഞളുമൊക്കെ വളരെയധികം സഹായകമാണ്. ഇനി നല്ലൊരു ശതമാനം സ്ത്രീകളിലും പുരുഷന്മാരിൽ പോലെ തന്നെ കാണുന്ന പ്രമേഹാനുബന്ധ രോഗമാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. പലപ്പോഴും ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളുടെ പ്രമേഹം ശ്രദ്ധിക്കാനുള്ളത് കൂടുതലും ആ സമയത്താണ്. ആർത്തവ വിരാമത്തിന് ശേഷം ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ താപനിയന്ത്രണ സംവിധാനത്തിൽ തകരാറ് വരുന്നു. അപ്പോഴും തന്നെ സാധാരണ ഒരു ഹോട്ട് ഫ്ലഷസ്, അതായത് ശരീരം മുഴുവൻ ചുടുന്നത് പോലെയും പാദങ്ങളിലും, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏറ്റവും അറ്റം ഭാഗങ്ങളിൽ ഒരു സന്ദേശങ്ങൾ വഹിക്കുന്ന ന്യൂറോൺസിൻ്റെയൊക്കെ തകരാറ് മൂലം ഒരു പെരുപ്പ് തോന്നുക, നീറ്റൽ തോന്നുകയൊക്കെ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും സ്ത്രീകൾ വരുന്ന ഒരു പ്രശ്നം, സ്ത്രീകളിൽ കൂടുതൽ കാണുന്നതാണ് കാലിനുള്ളിലും കൈയിനുള്ളിലും നീറ്റലും പെരുപ്പും. അതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് തൊട്ടാൽ അറിയാവുന്ന ഒരു രീതിയിലൊക്കെ വരിക. അത്തരം കണ്ടീഷൻസിൽ ആയുർവേദത്തിൽ തുടക്കത്തിലേ തന്നെ അതിന് നമ്മൾ, അതായത് ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ട് ആ സമയത്ത് കൊടുക്കുന്ന ഔഷധങ്ങളോട് കൂട്ടത്തിൽപ്പെടുന്ന ചെറുള, ബലിപ്പൂവ്, പാച്ചോറ്റി, പിണ്ടതൈലം പോലുള്ള തൈലങ്ങളൊക്കെ ഉള്ളം കാലിലും കയ്യിലും ഒക്കെ പുരട്ടി എന്നും കുറച്ചൊന്ന് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ലഘു മസാജ് ചെയ്യുക. കടുക്ക, നെല്ലിക്ക, താന്നിക്ക അടങ്ങിയ പൊടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കാല് മുക്കി വയ്ക്കുക. പാദങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇവയൊക്കെ പെരിഫറൽ ന്യൂറോപ്പതി കൺട്രോൾ ചെയ്യുന്നതിന് വളരെ സഹായകമാണ്. അതായത് പുരുഷന്മാരോടൊപ്പം തന്നെ സാധ്യത സ്ത്രീകളുടെ പ്രമേഹത്തിനുണ്ട്. കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കാനുള്ള കാര്യം, സ്ത്രീകൾ പലപ്പോഴും കൃത്യമായ ആഹാര രീതിയോ വ്യായാമത്തിനോ ഒന്നും പ്രാധാന്യം കൊടുക്കാറില്ല. മാത്രമല്ല കറക്റ്റ് സമയത്ത് ഒരു രോഗനിർണയം നടത്താനോ മറ്റ് അവയവങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു നിർണയം നടത്താനോ വിമുഖത കാണിക്കാറുണ്ട്. അതുതന്നെയാണ് അവരിൽ സങ്കീർണതകൾ കൂടാനും സാധ്യത ഏറുന്നത്. ആർത്തവ വിരാമം കഴിഞ്ഞാൽ ഇവർക്ക് മറ്റ് സങ്കീർണതകളും കൂടെ എല്ലുകളുടെയും പേശികളുടെയും ഒക്കെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രമേഹമുള്ളവരാണെങ്കിൽ, ആർത്തവവിരാമത്തിന് ശേഷം പ്രമേഹ സാധ്യത കൂടുതലാണ്. പ്രമേഹം നേരത്തെ ഉള്ളവരാണെങ്കിലും ഗർഭകാലത്ത് പ്രമേഹമുള്ളവരും PCOD പോലുള്ള കണ്ടീഷൻ ഉള്ളവരും കുറച്ച് കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ ചെലുത്തേണ്ടതുണ്ട്.